ഹൈടെക് PSC പരീക്ഷാ കോപ്പിയടിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കോപ്പിയടിക്കാനുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഒന്നാം പ്രതി സഹദിന് സഹായിയായ സബീൽ പെരളശ്ശേരിയിലെ വീട്ടിലിരുന്നാണ് ഉത്തരങ്ങൾ പറഞ്ഞുകൊടുത്തത്. ആദ്യ 4 ശ്രമങ്ങളിലും പിടിവീഴാത്തതോടെ മുഹമ്മദ് സഹദ് കോപ്പിയടിച്ച് പരീക്ഷ എഴുതാനെത്തിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ. വീട്ടിലിരുന്ന് ഉത്തരം പറഞ്ഞു നൽകാൻ സുഹൃത്ത് സബീലും തയ്യാറായിരുന്നു. ഹൈടെക് കോപ്പിയടിക്കുള്ള സഹദിന്റെ സന്നാഹങ്ങളും അത്യാധുനികമായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓൺലൈനിൽ തപ്പിയെടുത്തു വാങ്ങി. ഒരു ബട്ടണിന്റെ മാത്രം വലുപ്പമുള്ള മൈക്രോ ക്യാമറ, വൈഫൈ റൂട്ടർ, ആരും കാണാതെ ചെവിയിൽ വയ്ക്കാവുന്ന കുഞ്ഞൻ ബ്ലൂടൂത്ത് ഇയർഫോൺ, കൂടെ ഒരു ചെറിയ മൊബൈൽ ഫോണും. പയ്യാമ്പലം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ ലഭിച്ചയുടൻ സഹദ് പണി തുടങ്ങി. എന്നാൽ കോപ്പിയടി സംശയത്തിൽ തന്നെ PSC വിജിലൻസ് നിരീക്ഷിക്കുന്ന കാര്യം മാത്രം അറിഞ്ഞില്ല. ചോദ്യപേപ്പർ ഉയർത്തി ക്യാമറയിൽ പകർത്താനുള്ള ശ്രമത്തിനിടെ പിടിവീണു. ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി. ഇതിനിടെ ശരീരത്തിൽ ഒളിപ്പിച്ച വൈഫൈ റൂട്ടർ താഴെ വീണു. സഹദിനെയും സഹായി സബീലിനെയും ചോദ്യം ചെയ്തതോടെ കോപ്പിയടിയുടെ രീതി പോലീസ് മനസ്സിലാക്കി. ഷർട്ടിന്റെ ഒരു ബട്ടൺ മാറ്റി അവിടെ ക്യാമറ വയ്ക്കും. ലൈവായി വിവരം കൈമാറാനുള്ള സംവിധാനം ക്യാമറയിലുണ്ട്. ഇതുവഴി പെരളശ്ശേരിയിലെ വീട്ടിലിരിക്കുന്ന സബീലിന് ചോദ്യപേപ്പർ കൈമാറും. ഫോണിൽ കണക്ട് ചെയ്ത് ഇയർഫോണിലേക്ക് സബീൽ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും. നേരത്തെ 4 പരീക്ഷകൾ ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് സഹദ് പോലീസിന് മൊഴി നൽകി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 പരീക്ഷയ്ക്കിടെയാണ് കോപ്പിയടി പിടിച്ചത്. IT മേഖലയിൽ പഠനം പൂർത്തിയാക്കിയ ആളാണ് സഹായി സബീൽ. ന്യൂസ് മലയാളം, കണ്ണൂർ.